Hi students, welcome back to our next session. In this session, we can discuss about various stores record. There are two stores records or material records, that is bin card and stores ledger. First, we have to understand bin card. Bin is a container in which materials are kept. It may be rack, shelf, bag, tin, or an open space. That is bin. Bin is a place in which the materials are kept. Bin എന്ന് പറയുന്നത് ഒരു പ്ലേസ് ഓർ കണ്ടെയ്നർ ഇൻ വിച്ച് ദി മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. മെറ്റീരിയൽ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താണോ അത് റാക്കായിരിക്കാം, ഷെൽഫായിരിക്കാം, ബാഗായിരിക്കാം, ഓർ ആൻ ഓപ്പൺ സ്പേസ്, വാട്ട് എവർ മേ ബി. ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ഇൻ വിച്ച് ദ മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. മെറ്റീരിയൽ സൂക്ഷിക്കുന്ന ആ ഒരു കണ്ടെയ്നർ ഓർ പ്ലേസ് ആണ് bin എന്ന് പറയുന്നത്. And a card is attached to every bin to record the particulars of material kept in it. എവിടെയാണോ ബിന്ന് ആ ബിന്നിൻ്റെ കൂടെ ഒരു കാർഡ് നമ്മൾ അറ്റാച്ച് ചെയ്യും ഇൻ ഓർഡർ ടു റെക്കോർഡ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽ കെപ്റ്റ് ഇൻ ഇറ്റ്. അതിനകത്ത് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ സൂക്ഷിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് ഒരു കാർഡ് നമ്മൾ ഏതൊരു ബിന്നിലും അറ്റാച്ച് ചെയ്യും. ദിസ് കാർഡ് ഈസ് നോൺ ആസ് ബിൻ കാർഡ്. ബിൻ കാർഡ് ഈസ് എ കാർഡ് അറ്റാച്ച്ഡ് ടു എവറി ബിൻ ഇൻ ഓർഡർ ടു റെക്കോർഡ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽ കെപ്റ്റ് ഇൻ ഇറ്റ്. സച്ച് എ കാർഡ് attached to the bin is called bin card. Bin card is a record of the receipt, issue and balance of material in terms of quantity. ഇനി what is the content of bin card? ഈ bin cardൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? Bin card is a record of receipt. എപ്പോഴാണ് നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത് ആ റെസീറ്റ് നമ്മൾ കാണിക്കും. ഇഷ്യൂ എപ്പോഴാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്. ആദ്യം മെറ്റീരിയൽ വരുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. മെറ്റീരിയൽ പ്രൊഡക്ഷനിലേക്ക് ഉപയോഗിക്കുന്നു, അതും റെക്കോർഡ് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. അപ്പോൾ മെറ്റീരിയൽ റിസീവ് ചെയ്തത് കാണിക്കും, മെറ്റീരിയൽ ഇഷ്യൂ പോയത് പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്തതും കാണിക്കും, ബാക്കിയുള്ള ബാലൻസും കാണിക്കും. ഇറ്റ് ഡസൻറ്റ് റെക്കോർഡ് ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ. അതിൻ്റെ വാല്യൂ പ്രൈസ് നമ്മൾ കാണിക്കില്ല. നമ്മൾ ഓൺലി ദ ക്വാണ്ടിറ്റി ഷുഡ് ബി മെൻഷൻ ഓൺ ദ ബിൻ കാർഡ്. ബിൻ കാർഡിൽ എത്ര മെറ്റീരിയൽ ഉണ്ട്, ഇപ്പം 1000 ടണ്ണാണ് വന്നതെങ്കിൽ അത് കാണിച്ചു, അതിൽ നിന്ന് 200 പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി 800 ഇപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഉള്ളത്. അങ്ങനെ ആ ക്വാണ്ടിറ്റി മാത്രമാണ് ബിൻ കാർഡിൽ നമ്മൾ കാണിക്കുള്ളൂ. സോ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് bin. Bin is a container in which the materials are kept. It may be rack, shelf, bag, etc. A card is attached to every bin is called a bin card. Bin card contains the details of receipt, issue and balance of material in terms of quantity. It is possible one can understand the stocks at every time. Then advantages of bin card. What are the advantages or benefits of bin card? It shows the physical movement of material in the organization. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ മെറ്റീരിയൽ മൂവ് ചെയ്യുന്നത് അല്ലേ. കാരണം എവരി റെസീറ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ബിൻ കാർഡിൽ കാണിക്കും. മെറ്റീരിയൽ വന്നത്, മെറ്റീരിയൽ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്തത്, അതുപോലെ തന്നെ മെറ്റീരിയൽ ബാക്കി എത്രയുണ്ട്. അപ്പോൾ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ നമുക്ക് കാണിക്കുന്നു. ദെൻ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്സ് അറ്റ് എനി ടൈം. ഏതൊരു സമയത്തും നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് കൃത്യമായിട്ട് ബിൻ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓർഡറിംഗ് ലെവൽ ഓൺ ദ ബിൻ കാർഡ്. നമ്മുടെ ഓർഡറിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ കഴിയാൻ കണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ബിൻ കാർഡിൽ നോക്കിയാൽ മതി. കാരണം ബിൻ കാർഡിൽ റെസീറ്റ് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്, ബാലൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ബാക്കി എത്ര മെറ്റീരിയൽ ഉണ്ട്, ഓർഡർ ചെയ്യാറായോ എന്നുള്ള കാര്യങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. റെക്കോർഡ് ഓഫ് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം. റെക്കോർഡ് ഓഫ് പെർപെക്ച്വൽ ഇൻവെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റോക്ക് എത്രയുണ്ടെന്ന് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. സ്ഥിരമായിട്ടുള്ള ഒരു ഇൻവെൻ്ററി സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഒരു റെക്കോർഡ് എപ്പോഴും കയ്യിലുണ്ട് ബിൻ കാർഡ് ഉള്ളപ്പോൾ. ദെൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക്. നമുക്ക് ഫിസിക്കലി വെരിഫൈ ചെയ്ത് നോക്കാനും പറ്റും നമ്മുടെ സ്റ്റോക്ക്. ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഈസ്
പോസിബിൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഇൻ്ററിം റിപ്പോർട്ട്സ്. നമുക്ക് സ്റ്റോക്ക് ഫിഗേഴ്സ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാം അല്ലേ. ഓപ്പണിങ്ങിൽ എത്രയുണ്ട്, അത് റെസീറ്റ് എത്രയുണ്ട്, അതുപോലെ തന്നെ ഇഷ്യൂ എത്രയുണ്ട്, എത്ര ബാലൻസ് ഉണ്ട്, എപ്പോഴും നമ്മളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി ഹാവ് ടു പ്രിപ്പയർ ഇൻ്ററിം റിപ്പോർട്ട്സ് ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബിൻ കാർഡ്. ഈ ബിൻ കാർഡ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്വാണ്ടിറ്റി ബേസിൽ നമുക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ദെൻ ഡബിൾ ബിൻ സിസ്റ്റം. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് സിംഗിൾ ബിൻ ആയിരുന്നു. ഇനി ഡബിൾ ബിൻ സിസ്റ്റം എന്താണ്? അണ്ടർ ദി സിസ്റ്റം ബിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഇവിടെ ബിന്നെ നമ്മൾ 2 പാർട്ടാക്കി തിരിക്കുന്നു. എ സ്മോൾ പോർഷൻ ആൻഡ് എ ലാർജ് പോർഷൻ. A small portion and a large portion. A minimum quantity of material is kept in the small portion and the balance in the large position. ഒരു minimum quantity of material is kept in the small portion. ബിന്നിൻ്റെ ആദ്യ സൈഡ്, അതായത് സ്മോൾ പോർഷനിൽ നമ്മൾ എ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ സൂക്ഷിക്കുക. ബാക്കിയുള്ള പൊസിഷൻ വലിയൊരു ഏരിയയിൽ നമ്മൾ സൂക്ഷിക്കുന്നത് ബാക്കി വരുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ലാർജ് പൊസിഷനിൽ നമ്മൾ കീപ്പ് ചെയ്യും. ദിസ് ഈസ് ഡബിൾ ബിൻ സിസ്റ്റം. അപ്പോൾ ബിന്നിനെ 2 പാർട്ടാക്കി തിരിക്കുന്നു, സ്മോൾ പോർഷൻ ആൻഡ് ലാർജ് പോർഷൻ. സ്മോൾ പോർഷനിൽ എപ്പോഴും നമ്മൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, നമ്മളെപ്പോഴും ആവശ്യത്തിനുള്ള പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഒരു മിനിമം ക്വാണ്ടിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നു. ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം ലാർജ് പൊസിഷനിൽ. അപ്പോൾ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യം ഈ സ്മോൾ പോർഷനിൽ നിന്നായിരിക്കും ഇഷ്യൂ ചെയ്യാം. ഇതാണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ദെൻ next we have to understand stores ledger. Stores ledger is a material record in the cost department by the stores accountant. Cost department മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെഡ്ജർ ആണ് സ്റ്റോഴ്സ് റെക്കോർഡ്. സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജർ is a ledger. It is maintained by the cost department. കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെഡ്ജർ ആണ് സ്റ്റോഴ്സ് ലെഡ്ജർ. It also records the receipt, issue and balance of material both in terms of quantity and value. ഈ സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമ്മൾ at any time the materials in stock, എത്ര ക്വാണ്ടിറ്റി ഉണ്ട് സ്റ്റോക്കായിട്ട്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഓൾസോ ഷോ ദി പ്രൈസ് ഓഫ് ദി മെറ്റീരിയൽ. ഇപ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഈ സ്റ്റോഴ്സ് ലെഡ്ജറിലെ ക്വാണ്ടിറ്റിയും പ്രൈസും നമ്മൾ കാണിക്കും, മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്. എ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ ഓരോ ഐറ്റത്തിനും, നമ്മൾ ഓരോ മെറ്റീരിയലിനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കും. ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ bin card and stores ledger. Bin card and stores ledger. A bin card is a record of quantities only. Bin card il nammal paranju only quantity we can mention. At the same time stores ledger records both quantities and value of the material. Stores ledger il aanengil nammal quantity kanikkum values nammal kanikkum. Then ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻ ബൈ സ്റ്റോർ കീപ്പർ. നമ്മൾ പറഞ്ഞു സ്റ്റോർ കീപ്പർ ആണ് ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദെൻ നോർമലി പോസ്റ്റഡ് ജസ്റ്റ് ബിഫോർ ദ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ്. ബിൻ കാർഡിൽ നമ്മൾ ആ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നമ്മളത് പോസ്റ്റ് ചെയ്യുക. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജർ ആണെങ്കിൽ ദിസ് ഈസ് പോസ്റ്റഡ് ആഫ്റ്റർ ദി ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ്. ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ദെൻ ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് ഇൻഡിവിജ്വലി പോസ്റ്റഡ്. നമുക്കറിയാം ബിന്നിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും ഇൻഡിവിജ്വലി അതിൻ്റെ റെസീറ്റ്, ഇഷ്യൂ, അതുപോലെ തന്നെ ബാലൻസ് ഒക്കെ നമ്മൾ ഇൻഡിവിജ്വലി പോസ്റ്റ് ചെയ്യുന്നു. ട്രാൻസാക്ഷൻ മേ ബി സമ്മറൈസ്ഡ് ആൻഡ് പോസ്റ്റഡ് പീരിയോഡിക്കലി. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജർ നമ്മൾ ഓരോ മന്ത്സിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ഒക്കെ ആയിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോഴ്സ് ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പീരിയോഡിക്കലി ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ബിൻ കാർഡ് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോഴും അത് പോസ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ പീരിയോഡിക്കലി ആണ് സ്റ്റോഴ്സ് ലെഡ്ജർ നമ്മൾ തയ്യാറാക്കുക. കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൂടെ നമുക്കത് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ യൂഷ്വലി കെപ്റ്റ് ഇൻസൈഡ് ദ സ്റ്റോർ. സ്റ്റോറിൻ്റെ ഉള്ളിലാണ് ബിൻ കാർഡ് സൂക്ഷിക്കുക നമ്മൾ അല്ലേ. യൂഷ്വലി കെപ്റ്റ്, കാരണം ബിന്നിനോട് കൂടി അറ്റാച്ച് ചെയ്യണം. ബിൻ എന്ന് പറയുന്നത് സ്റ്റോഴ്സിൽ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന കണ്ടെയ്നറാണ്. സോ അതുകൊണ്ട് ഉള്ളിലാണ്, ഇൻസൈഡ് ദ സ്റ്റോറാണ് ബിൻ കാർഡ്. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ് ദി സ്റ്റോഴ്സ്. സ്റ്റോഴ്സിന് പുറത്താണ് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ ഉപയോഗിക്കുക.
Thank you all.